ഹായ് ഓൾ മക്കളെ, അപ്പോൾ കാത്തിരുന്ന നമ്മുടെ NMMS എക്സാമിൻ്റെ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ഇന്ന് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം NMMS എന്നുള്ളത് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് കോമ്പറ്റീഷൻ എക്സാം ആണ്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം, എന്താണ് എക്സാം, എന്നാണ് എക്സാം, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, നമ്മുടെ NMMSുമായി എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ SCERT നടത്തുന്ന 8th സ്റ്റാൻഡേർഡിന് വേണ്ടി നടത്തുന്ന എക്സാം ആയിരുന്നു. നമുക്കറിയാം 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ് നിങ്ങൾക്ക് 9 മുതൽ +2 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വർഷവും 12,000 രൂപ വീതം ലഭിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പ് എന്നുള്ളത്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ NMMSയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള http://nmmsc.kerala.gov.in എന്നുള്ള ഈ ഒരു സൈറ്റിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോയാൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു വിജ്ഞാപനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് എടുത്ത് വായിക്കാവുന്നതാണ്. അതിലെ ഓരോ കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത് നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപേക്ഷാ സമർപ്പണം എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, NMMSന് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ സ്കൂൾ മുഖേനയും നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. അതിലെ നമുക്കുണ്ടാവേണ്ട യോഗ്യതകൾ, ആർക്കാണ് NMMS എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ അല്ലേ, നമുക്കറിയാം 55% കൂടുതൽ മാർക്ക് ലഭിച്ച എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചില സ്കൂളുകൾക്ക്, ചില കുട്ടികൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റൂല. ആർക്കൊക്കെ പറ്റൂല? സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ, മറ്റു അംഗീകൃത സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയം, ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രസ്തുത സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയില്ല. അഥവാ ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NMMS അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു നമ്മുടെ പാരൻസിൻ്റെ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം എന്നുള്ളത് 3.5 ലക്ഷം കൂടുതൽ അധികരിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ NMMSന് അപേക്ഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പാരൻസിനോടൊന്ന് ചോദിച്ചു നോക്കുക, 3.5 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടോ എന്നുള്ളത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം, കയ്യിൽ ലഭിക്കേണ്ടതുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഈ ഒരു സംഗതി. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സർവീസിലൊക്കെ ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഉണ്ടാവും ഇതിൽ കൂടുതൽ വരുമാനം അതിലുണ്ടാകും, അവർക്ക് സ്വാഭാവികമായിട്ടും എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത് ഈ ഒരു സംഗതി നമ്മൾ പാരൻസിനോട് ചോദിച്ച് നമുക്ക് പെട്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞ പോലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, എഴുതാൻ പറ്റുക. നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ നമുക്കറിയാം ഗ്രേഡ് രൂപത്തിലാണല്ലോ നമ്മുടെ സ്കൂളിലെ മാർക്ക് ഉണ്ടാവുക. അതിനെ നമ്മൾക്ക് ഈ പറഞ്ഞ ഗ്രേഡ് പോയിന്റ്, A+ ആണെങ്കിൽ 9, A ആണെങ്കിൽ 8, അങ്ങനെ ഈ ഒരു നമ്മുടെ ഗ്രേഡിനെ അതിൻ്റെ ഒരു പോയിന്റ് വെച്ചിട്ട്, വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അതെങ്ങനെയാണ് കാണുക എന്നുള്ള സംഗതിയൊക്കെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കത് മാർക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡ് പോയിന്റിലേക്ക് നമ്മുടെ ഗ്രേഡിനെ, 7ാം ക്ലാസ്സിൽ നിന്ന് ലഭിച്ച ഗ്രേഡിനെ മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അതിൽ ഡേറ്റയായിട്ട് കൊടുക്കാൻ. ഇനി എന്തൊക്കെ രേഖകളാണ് നമുക്ക് NMMSന് ആവശ്യമായിട്ടുള്ളത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമുക്ക് 3.5 ലക്ഷത്തിൽ കൂടുതലില്ല എന്ന് കാണിക്കുന്ന ആ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. അത് PDF ഫോർമാറ്റിലാക്കിയിട്ട് 100 KB താഴെ സൈസിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ SC ST ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇളവുകളൊക്കെ ഉണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ, അതേപോലെ സംഗതിയിലൊക്കെ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ SC ST ആയിട്ടുള്ള ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആ കുട്ടികളാണെങ്കിൽ അത് ജാതി തെളിയിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒന്നുള്ളതാണ് നമ്മുടെ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സൈസൊക്കെ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 150x200 പിക്സൽ ആയിരിക്കണം അതിൻ്റെ സൈസ്. 20 KB മുതൽ 30 KB വരെ സൈസേ പാടുള്ളൂ. JPG ഫോർമാറ്റിൽ ആയിരിക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ
ഈ പറഞ്ഞ ഡാറ്റയൊക്കെ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയിലോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. നമ്മൾ വെറുതെ നമ്മുടെ എന്ത് ചെയ്ത് പുറത്തുനിന്ന് എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്നും ആവരുത്, നല്ല ഫോട്ടോ ഈ പറഞ്ഞ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം പരീക്ഷയുടെ സിലബസിൽ നമുക്കറിയാം 2 പേപ്പർ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളെ മാറ്റാണ്, ഒന്ന് സാറ്റാണ്. നമുക്കറിയാം 90 മാർക്കാണ് ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ മാറ്റ് നമുക്കറിയാം ഈ പറഞ്ഞ മാനസിക ശേഷി പരിശോധിക്കുന്ന 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ബഹു ഉത്തര ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുക. ആ ഒരു ആൻസറിന് 1 മാർക്ക് കിട്ടുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. നമുക്കറിയാം പാറ്റേൺസ്, അതേപോലെ തന്നെ പിക്ചേഴ്സ്, അതേപോലെ സീക്വൻസ് അല്ലെ, വർഗീകരണം, സാദൃശ്യം കണ്ടെത്തൽ, അങ്ങനത്തെ കുറേ സംഗതികളൊക്കെയാണ് മാറ്റിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എക്സാംവയുടെ NMMS ചാനലിൽ തന്നെ നിങ്ങൾക്ക് മാറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്ലേലിസ്റ്റ് തന്നെ കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. എല്ലാ പോയിന്റുകളും അതിലെന്തായിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് എല്ലാ ടോപ്പിക്കുകളും നമ്മളവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാംവയുടെ ഈ ഒരു ചാനലിൽ തന്നെ NMMSന്റെ ചാനലിൽ തന്നെ പോയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി നമുക്കറിയാം മാറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റ് സാറ്റ് ആണ്. അതിൽ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഉണ്ടാവുക. അത് നമുക്കറിയാം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിനെ ഭാഷേതര വിഷയങ്ങൾ അഥവാ സയൻസ്, അതേപോലെ സോഷ്യൽ സയൻസ്, അതേപോലെ തന്നെ നമ്മുടെ മാത്സ്, ഇതൊക്കെയാണ് എന്ത് വരിക, ഈ പറഞ്ഞ 90 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ 90, ഇവിടെ ഒരു 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന തലത്തിലുള്ള ചിന്താ പ്രക്രിയ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അഥവാ നമ്മൾ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആ നമ്മുടെ സിലബസിൽ തന്നെയുള്ള ആ പോയിന്റുകളെ വെച്ചുകൊണ്ട് അതിൻ്റെ ഹയർ തിങ്കിങ് ഓർഡർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും ഈ സാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും 1 മാർക്കാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ ചോദ്യപേപ്പർ ലഭ്യമാണ്. ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ് വേണ്ടതെന്ന് ഓൺലൈൻ അപേക്ഷ സമയത്ത് നമ്മൾ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. മലയാളമാണോ ഇംഗ്ലീഷാണോ നമ്മുടെ മീഡിയം അനുസരിച്ച് അത് ഏത് ടൈപ്പാണെന്ന്. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന സംഗതി ഉള്ളത്, എന്നാണ് പരീക്ഷ എന്നുള്ള സംഗതി. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ നവംബർ മാസം 16ാം തീയതി നവംബർ, നോട്ട് ചെയ്തോ, ശനിയാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത്. പാർട്ട് 1 നമ്മൾ പറഞ്ഞ മാറ്റ് രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ്, 1.5 മണിക്കൂറാണ് അതിൻ്റെ സമയം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു അരമണിക്കൂറും കൂടി എക്സ്ട്രാ ലഭിക്കും. അതേപോലെ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം നവംബർ 16ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ സാറ്റ്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സാറ്റ് എക്സാം ഉണ്ടാവുക. അതിൻ്റെ പേപ്പർ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ, അതും 1.5 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക, വെറും 2 മാസം കഷ്ടിച്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് തന്നെ നമ്മൾ പഠനം തുടങ്ങിയേ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് തന്നെ പഠനം തുടങ്ങണം. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മുടെ എക്സാംവയുടെ NMMS ചാനൽ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ വളരെ മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് അതിൻ്റെ വർക്കുകൾ മെൻ്റൽ മാറ്റും, അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസും, അതേപോലെ ഇംഗ്ലീഷും, അതേപോലെ തന്നെ ഇംഗ്ലീഷല്ല സയൻസും, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. പുറമെ നമുക്കറിയാം മെൻറ്റി ക്വിസുകളുണ്ട്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 മിനിറ്റ് 1 മാർക്ക് എന്നുള്ള പേരിൽ ഓരോ റീൽസുകൾ നമ്മുടെ ഇനി വരാനിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും എക്സാംവയുടെ NMMS ചാനൽ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടായേക്കാവുന്ന, നല്ല പഠിക്കാൻ താല്പര്യമുള്ള, ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ചാൻസ്, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്പെഷ്യലായിട്ട് നമ്മൾക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ
നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കോൺടാക്ട് നമ്പറൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള വ്യവസ്ഥകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ മാറ്റ് സാറ്റ് അതിൽ 40% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തായിരിക്കണം, ഓരോ വർഷവും സാധാരണഗതിയിൽ കേരളത്തിലെ 3473 കുട്ടികൾക്കാണ് ആ ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ 8ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നെങ്കിൽ അതിനെ ഓരോ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര ഓരോ ജില്ലകളിലും അതിനൊരു കട്ട് ഓഫ് മാർക്ക് കാര്യങ്ങളൊക്കെ വെക്കും. ഇത്ര മാർക്കിൽ കൂടുതൽ എല്ലാവർക്കും ഇതിൽ പാസ്സായ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടിക്കൊള്ളുന്നില്ല. ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഓരോ ജില്ലകളിലും ഉണ്ടായിരിക്കും. അതിന് മുകളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ എത്രയാണ് എന്നും അതോടൊപ്പം തന്നെ അത് നമ്മുടെ പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സൈറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അത് അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 9, 10, +1 ഒക്കെ ആണെങ്കിൽ അത് റിന്യൂ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ വേണം ഇതിൻ്റെ അവസാനത്തിൽ ഈ ഒരു ഇതിൻ്റെ അവസാനത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമുക്കൊരു മെയിൽ ID ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നമുക്കുണ്ടാവേണ്ട, നമ്മളെ വീട്ടിലായാലും കുഴപ്പമില്ല, അപ്പോൾ അത് ഉപയോഗിക്കുന്നതായിരിക്കണം കേട്ടോ. അതേപോലെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇനി SC/ST ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സൈറ്റിൽ nmmsc.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കയറി അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മുടെ ഈ ഒരു എന്തിലുണ്ട്, ഈ ഒരു സംഗതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സൈറ്റിൽ കയറിയാൽ തന്നെ നോട്ടിഫിക്കേഷൻ ഈ ഒരു സംഗതി ലഭിക്കും. അതിനനുസരിച്ച് എന്താ മതി, നമ്മൾക്ക് അവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ സ്കൂൾ മുഖേനയാണ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മുടെ പ്രിൻസിപ്പളുമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ HMുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് അത് കൊടുക്കാവുന്നതാണ്. ബാക്കി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ അധികൃതരാണ് ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കാം. ഓക്കെ, നല്ല ഓണം വെക്കേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണത്. അത് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. എക്സാം വൈ ലേണിംഗ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരുപാട് കുട്ടികൾക്ക് NMMS നേടിക്കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ. അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഓരോ വർഷവും 12,000 രൂപ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ NMMS കിട്ടിയൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു അക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ പുറത്തും നമ്മുടെ സ്കൂളിലൊക്കെ എന്ത് ചെയ്യുക, വരും വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് അതൊക്കെ എന്താണ്, ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ലഭിക്കുന്നുണ്ടാവുക. മാത്രമല്ല കോമ്പറ്റീഷൻ എക്സാമിൻ്റെ വലിയൊരു ലോകത്തേക്കുള്ള ഒരു കവാടം കൂടിയാണ് നമ്മുടെ NMMS എന്നുള്ളത്. ആ നിലക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഒരു കാര്യം നമ്മുടെ എക്സാം നവംബർ 16 എന്ന് പറയുന്ന ഒരു ഡേറ്റ് വന്ന NMMSൻ്റെ ആ ഒരു ദിവസം നമുക്ക് അടിപൊളിച്ച് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കൂട്ടുകാർക്ക് മുഴുവൻ എന്ത് ചെയ്യുക, ഈ ഒരു വിവരം നിങ്ങൾ കൈമാറുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയത്ത് ഇനി വീണ്ടും കാണാം. താങ്ക്